ഇന്നൊരു ചിക്കൻ ചുക്കയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ്. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ ഉള്ളി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ 3 മീഡിയം സൈസുള്ള ഉള്ളിയാണ് ചേർത്ത് കൊടുത്തത്. നൈസായി കട്ട് ചെയ്തതാണ്. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്നുണ്ട്. ഉള്ളിയൊക്കെ നല്ലപോലെ ബ്രൗൺ കളറായി കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഉള്ളിയൊക്കെ ഡീപ് ഫ്രൈ ചെയ്തിട്ടും എടുക്കാം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഫ്രൈ ആയി കിട്ടും. ഇവിടെ ഉള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വരുന്നുണ്ട്. നല്ലപോലെ ബ്രൗൺ കളറായാൽ ഇതൊന്ന് മാറ്റി വെച്ച് കൊടുക്കണം. പിന്നെ ഞാൻ ഇത്രയും ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടിയും 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതും ഒന്ന് ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ കട്ടയായിട്ടാണുള്ളത്. അത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ റെഡി ആയിക്കോളും. പിന്നെ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ്. ശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇത് ഞാൻ 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ സമയം വെക്കാം. പിന്നെ ഒരു 20 മിനിറ്റിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ഉള്ളിയുടെ പകുതി നൈസായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉള്ളിയൊന്നും ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. നല്ലപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഉള്ളിയൊക്കെ ഇവിടെ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാൻ ഒരു തക്കാളിയുടെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചെറുതായി കട്ട് ചെയ്തതാണ്. ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് ഉടഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ചിക്കൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊക്കെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇതുപോലെ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ചിക്കനിൽ നിന്നൊക്കെ നല്ലപോലെ വെള്ളം ഇറങ്ങും. ഇടയ്ക്കൊന്ന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അധികം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് ചിക്കനൊക്കെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. വീണ്ടും ഇടയ്ക്കൊന്ന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അല്ലെങ്കിൽ അടി പിടിക്കും. അധികം വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കും. ഈ സമയത്തൊന്ന് ഉപ്പൊക്കെ നോക്കി ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വീണ്ടും ഇത് അടച്ച് വെച്ച് കൊടുക്കാം. ഇവിടെ ചിക്കനൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ലപോലെ ഡ്രൈ ആവണമെങ്കിൽ കുറച്ചധികം സമയം വെച്ച് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മുടെ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.